ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്നൊരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, കുറച്ച് തുണികളെടുത്ത് ഒരു കച്ചവടം ആയിട്ട് തുടങ്ങേണ്ട ഒരു പ്ലാനിലിരിക്കുകയാണ്. അങ്ങനെ വരുന്ന ആഴ്ചകളിൽ അത് തുടങ്ങും. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വേണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാംഗ്ലൂരിലേക്ക് പോകുന്നതും പോയിട്ട് തിരിച്ച് വരുന്നതുമൊക്കെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി കാണാം. ഹായ് ഗായ്സ്, ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു ഏകദേശം എത്താറായിരിക്കുകയാണ്. രാവിലെ വൈകുന്നേരം തിരിച്ചതാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇനി നമുക്ക് ഞങ്ങൾ എടുക്കേണ്ട ഒരു കട ഞങ്ങൾ ഓൺലൈനിൽ അത് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു കടയുണ്ടായിരുന്നു. ആ കടയെ തിരക്കുള്ള പോക്കാണ്. അപ്പോൾ ഞാൻ സ്ഥലം പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ തന്നെ നമ്മളൊരു ഹൂബർ ഒരു കാറ് വിളിച്ചു ആ സൈറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ സ്ഥലത്ത് വന്നിറങ്ങി ഒരു ഹോട്ടൽ അന്വേഷിച്ച് നടക്കുക. അങ്ങനെ നടന്ന് എവിടെ തിരിഞ്ഞാലും വഴിയാണ്. ഹോട്ടൽ ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ അവിടെ ഇല്ല. അവിടെ കംപ്ലീറ്റ് ഹോൾസെയിൽ സാധനങ്ങൾ വെക്കുന്ന സ്ഥലമായതുകൊണ്ട് ഹോട്ടലൊക്കെ ചുരുക്കുക. പക്ഷെ ഞങ്ങൾ വിശന്ന് ഞങ്ങൾ ആടപ്പിളവി അങ്ങനെ നടക്കുക. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ചെന്നപ്പോഴത്തെ ഒരു സംഭവം ഒരു ഹോട്ടലിൽ കണ്ടു. അത് ഞങ്ങൾ ഒത്തിരി നടന്നിക്കേണ്ടി വന്നു. ഒത്തിരി നടന്നു വെച്ചാൽ വിശന്ന് ഈ ട്രെയിനിൽ നിന്ന് കിട്ടിയ ഫുഡ് നമ്മളധികം കഴിച്ചില്ല. വയറ് അങ്ങനെ നടന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു. അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വെള്ളം എടുക്കുന്നത് ഓടയിലെ വെള്ളം. ഈ കാണുന്നതാണ് ഈ പുള്ളിക്കാരൻ. ഇവനെയൊക്കെ എന്ത് ചെയ്താൽ കൊള്ളാം. കണ്ടോ, ഈ എടുക്കുന്നത് അവിടെ കുടിക്കാൻ എടുക്കുന്ന വെള്ളമാണ്. ഞങ്ങൾ അതോടുകൂടി ഞങ്ങൾ തകർന്നു. എന്നാലും വിശപ്പല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരുവിധം സ്റ്റാൻഡേർഡായിട്ടുള്ള ഹോട്ടലിൽ കയറി കഴിക്കാമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ കുറച്ച് നടന്നു. എന്നിട്ടും അവിടെ എങ്ങും കാണാൻ പറ്റുന്നില്ല. ഈ ചെറിയ കടകളിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഞങ്ങൾ നേരിട്ട് കണ്ട സംഭവം. അവൻ ആ ഓടയിൽ നിന്ന് ആ വെള്ളം എടുത്ത് ഹോട്ടലിലേക്ക് കൊണ്ടുപോകണത് കുടിക്കാനില്ല. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടൽ കണ്ടു. സാമാന്യം വൃത്തിയുള്ളൊരു ഹോട്ടലാണ്. പിന്നെ ഒന്നും വിചാരിച്ചില്ല, അവിടെ തന്നെ കയറി കാണാമെന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. കയറി കണ്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, ഒരുവിധം വൃത്തി. അവിടങ്ങളിൽ കണ്ടയിൽ വെച്ച് ബാംഗ്ലൂർ സിറ്റി ആണെങ്കിലും അവിടെ നിന്ന് വെച്ച് കണ്ടയിലെത്തി വൃത്തിയുള്ളൊരു ഹോട്ടലായിരുന്നു ഇത്. ശരിക്കും ഞങ്ങൾ നടന്ന് ലാസ്റ്റ് നമ്മൾ വന്ന കാര്യം മറന്നു. ഞങ്ങൾ വന്നത് നമുക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടാണ് വന്നത്. നമുക്ക് അവിടെ കച്ചവടം ചെയ്യാനായിട്ടുള്ള ഷർട്ടും ടീഷർട്ടും ഇങ്ങനത്തെ സംഭവങ്ങൾ എടുക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ നടന്നങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. സാമാന്യം കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. ഒരു കഷ്ണം ഇഡ്ഡലി, ഉഴുന്നുവട, പിന്നെ പൂരി, പിന്നെ ചെറിയൊരു മസാല ദോശ, ഇതെല്ലാം കൂടെ ആയിട്ടാണ് ഒരു പ്ലേറ്റ് ഒരു സെറ്റായിട്ട് തരുന്നത്. കേസരി, പിന്നെ ചമ്മന്തി, സാമ്പാർ, പിന്നെ സാമ്പാറെന്ന് വേചന വേറെ എന്തോ, അത് വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ നിന്ന് കയറി പിള്ളേർ കുറച്ച് മോക്ക് മുട്ടായി വാങ്ങാൻ വേണ്ടി കയറി. ഇതാണ് ഞങ്ങൾ വന്ന തുണിക്കട. നല്ല വില കുറവുള്ള സംഭവമാണ്, കടയാണ്. ഞങ്ങളവിടെ നിന്ന് എടുത്തു. ഒരുവിധം നല്ല തുണികളെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒത്തിരി സെലക്ഷൻ ഉണ്ട്. നമ്മൾ ഇവിടത്തെയൊക്കെ വലിയ കടക്കാരൊക്കെ എനിക്ക് തോന്നുന്നു അവിടെ വന്ന് എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനൊന്ന് മാറി നിന്നു. മക്കളും വൈഫും ചേട്ടൻ എല്ലാവരും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് എടുക്കുകയാണ്. ഇത് മകളാണ് അമൃത, ഇത് സച്ചു മോനാണ്, ചേട്ടൻ്റെ മക്കളാണ്. ഒത്തിരി സെലക്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ചേട്ടൻ്റെ മൂത്ത മോനാണ് അനീഷ്. ഓക്കെ, ഇത് എൻ്റെ വൈഫാണ്. ഒത്തിരി സെലക്ഷൻ ഉണ്ടോ, ഒത്തിരി അതായത് നമുക്ക് 1 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് നടന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ സെലക്ഷൻ ഒത്തിരി ഉള്ളതുകൊണ്ട് നമ്മൾ ഒത്തിരി സമയം അവിടെ ചിലവഴിച്ചു. ലാസ്റ്റ് നമ്മൾ 3 മണിക്കുള്ള ട്രെയിൻ നമുക്ക് മിസ്സായി. പിന്നെ ഞങ്ങൾ രാത്രി 8 മണിക്കുള്ള ട്രെയിനിലാണ് വന്നത്.
ഈ ഷർട്ട് ഞങ്ങൾ നോക്കിയായിരുന്നേ, പക്ഷേ അത് ഞങ്ങൾ എടുത്തില്ല. വേറൊന്നുമല്ല, അതിൻ്റെ ആ ഡിസൈനിൽ കഴിയുമ്പോൾ കളർ വെള്ള ഇതിലോട്ടാകുമെന്ന് പറഞ്ഞു. ഞങ്ങളത് എടുത്തില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ എടുത്തതെല്ലാം നല്ല ഒരുവിധം ഗ്രാൻഡ് സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. നല്ല നല്ല ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തതല്ല. ഇതിപ്പോൾ അവിടുത്തെ തെരുവാണേ. ഇവിടെ ഇത് കംപ്ലീറ്റ് ഹോൾസെയിൽ മേഖലയാണ്. ഹോൾസെയിൽ സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലങ്ങളാണ് കംപ്ലീറ്റ്. അത് ചേട്ടമുണ്ട്, ഒരു പ്രായമുള്ള ഒരാളാണ്. ഓക്കെ, ഞങ്ങൾ ഓടിപ്പസ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 8 മണിക്കുള്ള ട്രെയിൻ കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി ഞങ്ങളുടെ കച്ചവടവും കാര്യങ്ങളായിട്ട് പോവുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.